13 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. മൊത്തം വീട്ടിലുള്ളത് 20 പേരാണുള്ളത്. അതിൽ ക്യാപ്റ്റനായ അരുണിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി 19 പേരിൽ 13 പേരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. ഇന്ന് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദീപക് കഴിഞ്ഞ ഈ വീക്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരുന്നു. സ്വൈപ്പിൻ ചെയ്തവർക്ക് ഓപ്പൺ നോമിനേഷനിൽ ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാനും പവറുണ്ട്. പലരും കയറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അരുൺ ക്യാപ്റ്റനായെങ്കിലും സത്യം പറഞ്ഞാൽ ഈ ആഴ്ച ക്യാപ്റ്റൻസി ചെറിയൊരു പണിയാണ്. നമ്മുടെ മലയാളം ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലും ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ്. ഒരു 70-75 ഡേ കഴിയുമ്പോൾ ഒരു ബസർ കൊണ്ടുവന്ന് വയ്ക്കും. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെങ്കിൽ ഈ ബസർ അടിക്കുക. 3 തവണ ബസർ അടിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ്റെ സ്ഥാനം ഇല്ലാതെയാകുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റന് ഇവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിലും അത് പണിയാണ്. അതായത് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു പണിയാണ് കൊടുക്കുന്നത്. ക്യാപ്റ്റനെ കൊണ്ട് ദയാവരണം ഒക്കെ ധരിപ്പിക്കുന്നുണ്ട്. അതായത് ഈ തുണി പോലെ സാധനം ധരിപ്പിച്ചിട്ടുണ്ട്. 5 സ്ട്രിങ് ഒക്കെ ഘടിപ്പിച്ച് പ്രശ്നമുണ്ടാകുമ്പോൾ 5 എണ്ണവും വലിച്ച് ഊരുക. 5 എണ്ണവും വലിച്ച് ഊരിയാൽ ക്യാപ്റ്റൻ്റെ പദവി ഇല്ലാതെയാണ്. അതായത് 5 എണ്ണം വലിച്ചിട്ട് ഊരി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ്റെ പദവി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അരുൺ ക്യാപ്റ്റനാണല്ലോ. ആകെ പെട്ട് കിടക്കുകയാണ്. നേരെ ചൊവ്വേ പെരുമാറിയില്ലേ അരുണിൻ്റെ പദവി തെറിക്കും. അതായത് അപ്പം എൻ്റെ ഒരു ചിന്തയാണ്, അരുണിൻ്റെ പദവി തെറിച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും അടുത്ത ക്യാപ്റ്റനാകുക എന്നുള്ളതായിരുന്നു. സ്വൈപ്പിംഗ് ആരൊക്കെ ഇപ്രാവശ്യം എങ്ങോട്ടൊക്കെ പോയി. അൻഷിത ബോയ്സ് ടീമിലേക്കും റയാൻ ഗേൾസ് ടീമിലേക്കും വരുന്നു. ഷോപ്പിംഗ് ടാസ്ക് സത്യം പറഞ്ഞാൽ ഒരു ചാലഞ്ച് ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് കുപ്പികൾ ഉണ്ടാവും. എന്നിട്ട് കളർ കറക്റ്റായി ഗസ്റ്റ് ചെയ്ത് പറയുക. ആ കുപ്പി കറക്റ്റായി എടുത്ത് വയ്ക്കുക. അതൊക്കെ സെയിം നമുക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലക്കി ടാസ്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ ബോയ്സ് 4000 പോയിൻറ്റ്സും കളക്ട് ചെയ്യുന്നു. ഗേൾസ് 8000 പോയിൻറ്റ്സാണ് കളക്ട് ചെയ്യുന്നത്. ഷോപ്പിംഗ് ടാസ്കിനകത്ത് ബിഗ് ബോസ് ഒരു ചെറിയൊരു പണി കൊടുക്കുന്നുണ്ട് വീട്ടുകാർക്ക്. ബോയ്സ് തീരുമാനിക്കുക ഗേൾസിൽ ആരൊക്കെ പോകണമെന്ന്, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ തീരുമാനിക്കുക ബോയ്സിൽ ആരൊക്കെ പോകണമെന്ന്. ഇതാണ് ബിഗ് ബോസ് കൊടുത്തൊരു ചെറിയൊരു പണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കധികം വൈകിക്കാതെ തുടങ്ങാം. ഇന്നലത്തെ ഡേ 36 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് തമിഴ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ഫാസ്റ്റസ്റ്റ് റിവ്യൂസിനും ലൈവ് അപ്ഡേറ്റ്സിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ഡേ 36 ആദ്യം തന്നെ കാണിക്കുന്നത് ബിഗ് ബോസ് വീടാണ്. രാവിലെ 8 മണി സമയം. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവർ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് ഒരു മോർണിംഗ് സോങ് പ്ലേ ചെയ്യുന്നു. അതിനൊപ്പം എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് അരുണിൻ്റെ തലയിൽ കിരീടം വെച്ച് കൊടുക്കുന്നു. ക്യാപ്റ്റനാണല്ലോ, അപ്പോൾ കിരീടമൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരുൺ, ഞാൻ ഈ വീക്ക് മാക്സിമം നല്ലതുപോലെ നോക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അതിനുശേഷം പറയണമെന്ന് അരുൺ പറയുന്നു. അതിനുശേഷം ഗേൾസിൻ്റെ സ്വൈപ്പിങ്ങിനെ കുറിച്ചുള്ള അവരുടെ ഡിസ്കഷനാണ് നടക്കുന്നത്. ഇതേസമയം ബോയ്സ് ടീമിൽ ഓൾറെഡി അവർ അവിടെ ഡിസ്കഷന് പോയി. ഇതേസമയം ഗേൾസ് ടീമിൽ അൻഷിത പറയുകയാണ്, ഞാൻ പോകണമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ അവിടെ നമ്മൾ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പോയവരൊക്കെ എന്താണ് അവിടെ ചെയ്തത്? അവിടെ നടക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഗെയിംസിൻ്റെ കേസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ടീമിൽ നിന്ന് തന്നെ മാറി അങ്ങോട്ട് പോകണമോ എന്ന ചിന്തയാണ് എന്നെ വല്ലാതെ അലട്ടുന്നതെന്ന് പറയുന്നു. ഇതേ സമയം ജാക്ലിൻ പറയുകയാണ്, നമ്മൾ പുറത്തു നിന്ന് കണ്ടിട്ട് വന്ന ഈ വൈൽഡ് കാർഡ്സ് ആകുമ്പോഴത്തേക്കും ഇവർ അതിനകത്തോട്ട് പോകുമ്പോൾ ഫുൾ ഒപ്പീനിയൻ വകവയ്ക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. വൈൽഡ് കാർഡ്സ് പോയി കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് ജാക്ലിൻ പറയുന്നത്. പറയാം, അൻഷിത പോയി കഴിഞ്ഞാലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്തതായിട്ട് ക്യാപ്റ്റൻ സൂപ്പർ ഹീറോ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിന് ഒരു രാജാവിൻ്റെ പദവിയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മലയാളം ബിഗ് ബോസിൽ നമ്മൾ ടാസ്ക് വന്നില്ലേ, നമ്മുടെ ജാസ്മിൻ രാജാവായിട്ടിരുന്നപ്പോൾ ഇരുന്ന പോലത്തെ തുണിയൊക്കെ കെട്ടിയിട്ട് അരുണ് ഇവിടെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തുണിയുടെ പുറകിൽ 5 ബാൻഡുണ്ട്. അതായത് നമ്മുടെ റബ്ബർ ബാൻഡ്
റിബൺ ബാൻഡ് ഉണ്ട്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ അങ്ങനെ 5 കളറുള്ള ബാൻഡുണ്ട്. 5 ബാൻഡ് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇത്തവണ ക്യാപ്റ്റന് റൂൾ ഒക്കെ ഉണ്ട്. അതായത് ഇത്തവണ ക്യാപ്റ്റന് റൂളൊക്കെ ഉണ്ട്. പട്ടി കുരയ്ക്കുകയാണെങ്കിൽ പണിഷ്മെൻറ്റ് ക്യാപ്റ്റൻ കൊടുത്തിരിക്കണം. അതായത് പട്ടി കുരയ്ക്കുന്ന സൗണ്ടാണെങ്കിൽ ക്യാപ്റ്റൻ ആ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കണം. ആർക്കാണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്, ആരാണിവിടെ ഉറങ്ങിയത് എന്നും ആരാണ് ഇവിടെ മൈക്കിടാത്തതെന്നും ഞാൻ വിളിച്ചു പറയും. അയാൾക്കല്ല, ഒരാൾ ചെയ്യുന്നതിൻ്റെ ശിക്ഷ മറ്റൊരാൾക്ക് വേണം കൊടുക്കാൻ എന്ന് ബിഗ് ബോസ് പറയുന്നു. പിന്നെ വരുന്നത് ചാലഞ്ചാണ്. ഈ വീക്ക് മൊത്തം ഈ ഒരാഴ്ച അധികാരത്തിൻ്റെ തുണിയും ധരിച്ച് വേണം ക്യാപ്റ്റൻ നടക്കാൻ എന്ന് പറയുന്നു. ഈ തുണിക്ക് 5 സ്ട്രിങ് ഉണ്ട്. വൈറ്റ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ ഇങ്ങനെ 5 റിബൺ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഈ ക്യാപ്റ്റന് വീടിന് ശരിയല്ല എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ എടുക്കുന്ന ഡിസിഷൻ ശരിയല്ല എന്ന് തോന്നിയാലോ, ഈ വീടിന് ബോറിംഗ് ആണെന്ന് തോന്നിയാലോ, ഈ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ ക്യാപ്റ്റൻ്റെ ഫസ്റ്റ് സ്ട്രിങ് പറിച്ചെടുത്ത് കളയാം എന്നാണ് പറയുന്നത്. ഈ ക്യാപ്റ്റന് 5 സ്ട്രിങ് ഉണ്ട്. ഈ 5 സ്ട്രിങ്ങിൽ 5 സ്ട്രിങ്ങും പോയാൽ ക്യാപ്റ്റൻ്റെ അധികാരം തെറിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത് പറിക്കുന്നതിന് മുന്നേ ഇത് പറിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചു കൂട്ടി വരുത്തിക്കൊണ്ട് കാരണം പറഞ്ഞിട്ട് വേണം ഇത് പറിക്കാനെന്നും പറയുന്നു. അതായത് പറിക്കാനെന്ന് പറയുന്നു. ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം മുത്തു ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ അടുത്തും വർഷിണിയോടും പറഞ്ഞിരുന്നു ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ കൂടെ നടന്ന് എങ്ങനെയാണ് ബെസ്റ്റ് പ്ലെയർ ആവേണ്ടതെന്ന് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞോ, നമുക്ക് മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ എന്ത് പഠിച്ചു? അപ്പോൾ മുത്തു ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു സാർ, ബിഗ് ബോസ് എന്ന് പറയുകയാണ്. അപ്പോൾ ഓക്കെ എങ്കിൽ ശരി, ഓക്കെ നിങ്ങളെ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവർ റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ജാക്ലിനും റാണവും അപ്പുറവും ഇപ്പുറവും വരികയാണ് ചെയ്യുന്നത്. അതായത് ജാക്ലിൻ ബോയ്സ് ടീമിൽ നിന്ന് ഗേൾസ് ടീമിലേക്കും, അതുപോലെ തന്നെ റാണവ് ഗേൾസ് ടീമിൽ നിന്ന് ബോയ്സ് ടീമിൽ നിന്ന് തിരിച്ചു വരുന്നു. പകരം റയാനും അൻഷിതയും അങ്ങോട്ട് പോകുന്നു. അതായത് റയാൻ ഗേൾസ് ടീമിലേക്കും അൻഷിത ബോയ്സ് ടീമിലേക്കും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇത്തവണ കാരണം ചോദിക്കുക, അതായത് വീട് മാറാനതിൻ്റെ കാരണം ചോദിക്കുന്നുണ്ട്. മുമ്പൊന്നും ചോദിച്ചിരുന്നില്ല, ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. കാരണം ചോദിക്കുന്നത് റയാന് കാരണമായിട്ട് ഇവർ പറയുന്നത്, ബോയ്സ് പറയുന്നത് റയാൻ അവിടെ പോയാൽ നല്ലതായിരിക്കും, അവിടെയുള്ളവരായിട്ട് ജെല്ലാകും, അതിനു വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അൻഷിതയുടെ കാര്യം ഗേൾസ് പറയുന്നത് അൻഷിത ഇമ്പ്രൂവ് ആകുന്നുണ്ട്, അൻഷിതയുടെ എല്ലാ കംഫർട്ടും എടുത്ത് ഉടഞ്ഞു കിടക്കുകയാണ്. അതായത് സുനിത പോയപ്പോൾ അൻഷിതയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ സുനിത. അപ്പോൾ സുനിത പോയപ്പോൾ ആകെ ഉടഞ്ഞു കിടക്കുകയാണ്. സുനിത കൂടെ പോയപ്പോൾ ഉടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ കുറേ കൂടെ സ്ട്രോങ് ആണെന്ന് കാണിക്കണം. അതായത് ബോയ്സിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയാണ് നമ്മൾ അൻഷിതയെ അങ്ങോട്ട് അയക്കുന്നതെന്നാണ് കാരണമാണ് ഗേൾസ് പറയുന്നത്. ഇനി കുക്കിങ്ങിൻ്റെ കാര്യത്തിലുള്ള ഡിസ്കഷനാണ് പിന്നീട് നടക്കുന്നത്. കുക്കിങ്ങിന് ആരൊക്കെ ചുമതലകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബോയ്സ് ടീമിൽ നിന്ന് കുക്കിംഗ് ടീമായിട്ട് പോകുന്നത് ദീപക്, മുത്തു, വിശാൽ, ശിവ ഇവരാണ്. അതായത് ദീപക് മെയിൻ ഷെഫും മുത്തും ശിവയും ഹെൽപ്പറായിട്ടാണ് പോകുന്നത്. പിന്നെ വെള്ളം എടുക്കാൻ വാട്ടർ ഇൻചാർജായിട്ട് ജെഫ്രി മാത്രമാണ്. ജെഫ്രിയോട് ചോദിച്ചു വേണം വെള്ളം എടുക്കാൻ. കിച്ചൺ ഇൻചാർജായിട്ട് രഞ്ജിത്തും വിശാലുമാണ്. സ്റ്റോർ റൂം ഇൻചാർജ് സത്യ, റാണുവും. അങ്ങനെ ബോയ്സിലെല്ലാവരും ക്യാപ്റ്റൻ ഒഴികെ ബാക്കിയുള്ളവരും ഓരോരോ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഗേൾസിന് കുക്കിങ്ങിനായിട്ട് പോകുന്നത് പവി, റയാൻ, അതായത് ഇപ്പോൾ വന്ന റയാൻ, അതായത് ഗേൾസ് ടീമിൽ ഇപ്പോൾ വന്ന റയാൻ, സാജന, ഈ ഒരു 3 പേരും. വാട്ടർ ഇൻചാർജ് കൊടുത്തിരിക്കുന്നത് ജാക്ലിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും റാണവ് പറയാണ് സ്റ്റോർ റൂമിലേക്ക് പോകാൻ റൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോർ റൂമിൽ പോകണമെങ്കിൽ ഇങ്ങനെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ജിംബ്ര ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക്, അതായത് എന്തുമെങ്കിലും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോർ റൂമിലേക്ക് നിങ്ങളെ വിടൂ എന്നാണ് പറയുന്നത്. അതായത് ജിംബ്ര ഭാഷയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ
സ്റ്റോർ റൂമിലേക്ക് കടക്കാൻ അനുവദിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം വീട് മാറുകയാണ് ചെയ്യുന്നത്. അൻഷിത ബോയ്സ് ടീമിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഗേൾസ് ടീമിലേക്ക് റയാനും വരുന്നു. അൻഷിത ബോയ്സ് ടീമിൽ വന്നിട്ട് അൻഷിത അടുത്ത ഒരു ഇത് കാണിക്കുകയാണ്, പവർ കാണിക്കുകയാണ്. അൻഷിത ബെഡ്റൂമിനകത്ത് പോകുകയാണ് ചെയ്യുന്നത്. ബോയ്സിൻ്റെ ബെഡ്റൂമിനകത്ത് പോകുന്നു. എനിക്ക് ഏത് ബെഡാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ എവിടെയാണ് കിടക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബോയ്സിൻ്റെ അവിടെ ഡബിളാണല്ലോ ബെഡ്, സിംഗിളല്ല, ഡബിൾ ബെഡാണ് അവർക്കുള്ളത്. അപ്പോൾ അൻഷിത ചോദിക്കുന്നു ഇവിടെ ആരാണ് കിടക്കുന്നത്, അതായത് വിശാലിൻ്റെ അടുത്ത് ആരാണ് കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ആരും കിടക്കുന്നില്ല, അതെന്താ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തന്നെ കിടന്നോളണം, അത് കുഴപ്പമില്ല, നീ അവിടെ കിടന്നോ എന്ന് പറയുന്നു മുത്തു. അപ്പം അൻഷിത എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ല, എനിക്ക് വേണ്ടി ആരും അഡ്ജസ്റ്റ് ഒന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അത് നല്ലൊരു ഡിസിഷനാണ്. അതായത് ഞാനിപ്പോൾ എല്ലാവരും എനിക്കൊരു അനിയനുള്ളതാണ്, അപ്പോൾ എല്ലാവരും ഞാൻ അനിയന്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരാളുടെ ഒപ്പം കിടക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്കാരും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്നാണ് പറയുന്നത്. ഇത് വിശാലിൻ്റെ സ്ഥലമല്ലേ, അപ്പോൾ ഞാനിവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം എന്ന് അൻഷിത പറയുന്നു. അത് ഗുഡ് പോയിൻ്റാണ്. അപ്പോൾ അൻഷിത നന്നായിട്ട് കളിച്ചു വരുന്നുണ്ട്. അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് നോമിനേഷനാണ് വരുന്നത്. ദീപക് കഴിഞ്ഞ വീക്കിൽ ഡയറക്റ്റായിട്ട് ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ ടാസ്കിൽ ഡയറക്റ്റായിട്ട് നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അരുണിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്യാപ്റ്റനാണല്ലോ. റാണവിനും ജാക്കലിനും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ സ്വൈപ്പ് ചെയ്തവർക്കും ഡയറക്റ്റായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള സ്വൈപ്പ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജാക്കലിൻ വന്നിട്ട് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ്. ശിവയാണ് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം റാണവ് സൗന്ദര്യനെ പറയുന്നു. റാണവ് വന്നിട്ട് സൗന്ദര്യനും ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ബിഗ് ബോസ് ഒരു അടുത്ത ബോംബ് പൊട്ടിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നു ഓപ്പൺ നോമിനേഷനാണ്, അല്ലാതെ കാണാത്ത നോമിനേഷനല്ല, അതായത് ഇവിടെ കൺസെഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ടുള്ള നോമിനേഷനല്ല, ഓപ്പൺ നോമിനേഷനാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ എല്ലാവരും വിളിച്ചു കൂട്ടുന്നു. ലിവിങ് റൂമിൽ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും ഓരോരുത്തരോട് പോയി പറയുകയാണ് ചെയ്യുന്നത്. ആദ്യം മഞ്ജരി പറയുന്നു, റാണവിനെ പറയുന്നു, സത്യനും പറയുന്നു. അത് കഴിഞ്ഞിട്ട് അരുൺ പോകുന്നു, വർഷിനിയും തർഷികനും പറയുന്നു. തർഷിക പോകുന്നു, സത്യ ജെഫ്രി പറയുന്നു. രഞ്ജിത്ത് പോകുന്നു, വർഷിനി റിയ പറയുന്നു. വർഷിനി പോകുന്നു, റാണവ് രഞ്ജിത്ത് പറയുന്നു. സാധന പോകുന്നു, ജെഫ്രി മുത്തു എന്ന് പറയുന്നു. ജെഫ്രി പോകുന്നു, ജാക്ലിനും തർഷികനും പറയുന്നു. റയാൻ പോകുന്നു, റിയ വർഷിനി പറയുന്നു. സത്യ പോകുന്നു, ദർശിക മഞ്ജരി എന്ന് പറയുന്നു. റിയ പോകുന്നു, രഞ്ജിത്ത് റാണവ് എന്ന് പറയുന്നു. ദീപക് പോകുന്നു, മഞ്ജരി ജാക്ലി എന്ന് പറയുന്നു. ആനന്ദി പോകുന്നു, റാണവ് രഞ്ജിത്ത് എന്ന് പറയുന്നു. അൻഷിത പോകുന്നു, റയൻ റാണവ് എന്ന് പറയുന്നു. വിശാൽ പോകുന്നു, മഞ്ജരി വർഷിണി എന്ന് പറയുന്നു. മുത്തു പോകുന്നു, സാചന അൻഷിത എന്ന് പറയുന്നു. ശിവ പോകുന്നു, വർഷിണി സാചന എന്ന് പറയുന്നു. സൗന്ദര്യ പോകുന്നു, വിശാൽ രഞ്ജിത്ത് എന്ന് പറയുന്നു. അവസാനം പവി പോകുന്നു, രഞ്ജിത്തിനെയും റാണവിനെയും പറയുന്നു. അങ്ങനെയാണ് പ്രാവശ്യത്തെ നോമിനേഷൻ്റെ കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ 13 പേരാണ് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ട 13 പേർ. അത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് വിശദമായിട്ട് പറഞ്ഞിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടി ഞാനത് പറയാം. ദീപക്, സൗന്ദര്യ, ശിവ ഇവർ 3 പേരും ഡയറക്റ്റായിട്ട് നോമിനേറ്റഡ് ആണ്. ഈ 3 പേരും ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. അടുത്തത് റാണവ്, രഞ്ജിത്ത്, സത്യ, ജഫ്രി, വർഷിനി, തർഷിക, മഞ്ജരി, ജാക്ലിൻ, റിയ, സച്ചന എന്നിങ്ങനെയാണ് 13 പേരുടെ ലിസ്റ്റ്. അതിന് 3 പേര് ഡയറക്റ്റ് നോമിനേറ്റഡും ആണ്. അങ്ങനെ 13 പേരാണ് ഈ ആഴ്ച നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ആര് വേണമെങ്കിലും പോകാം. ചിലപ്പോൾ വൈൽഡ് കാർഡ്സ് പോകാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും പോകാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൽ നോമിനേഷനിൽ വരാത്ത 4 പേരുണ്ട്. ആനന്ദി, പവി, അൻഷിത, മുത്തു. അതായത് ആനന്ദിനും പവിയുടെ പേര് ആരും പറഞ്ഞില്ല. അൻഷിതയ്ക്ക് ഒരു വോട്ടാണ്, മുത്തുവിനും ഒരു വോട്ടാണ്. അതുകൊണ്ട് ഇവർ 2 പേരും ഇല്ല. അങ്ങനെ 4 പേരാണ് സേഫായിരിക്കുന്നത് നോമിനേഷനിൽ നിന്ന്. കുറച്ച് കഴിയുന്നു ആനന്ദി അൻഷിതയും കൊണ്ട് സംസാരിക്കുന്നു ഈ നോമിനേഷനെ പറ്റി. ഈ ആഴ്ച വൈൽഡ് കാർഡ്സ് തന്നെ ആയിരിക്കും പോകാൻ ചാൻസ് അല്ലേ എന്ന് പറയുന്നു. അപ്പോൾ അൻഷിത എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കുറച്ച് കഴിയുന്നു സൗന്ദര്യം നമ്മുടെ മഞ്ജരിയും കൂടി നോമിനേഷനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യുന്നു. അതിനുശേഷമാണ് ഷോപ്പിംഗ് ടാസ്ക് വരുന്നത്. വേറെ ഒന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ ഒരു പെട്ടി ഇങ്ങനെ വച്ചിട്ടുണ്ട്. ആ പെട്ടിക്കകത്ത് പല കളറുള്ള 12 കളറുള്ള ബോട്ടിലുണ്ട്. 12 കളറുള്ള ബോട്ടിൽ നമ്മുടെ കയ്യിലും 12 കളറുള്ള ബോട്ടിൽ, അതായത് ഇങ്ങനെ 12 കളറുള്ള ബോട്ടിലുണ്ട്. നമ്മുടെ കയ്യിലും 12 കളറുള്ള ബോട്ടിലുണ്ടാവും, അവിടെയും 12 കളറുള്ള ബോട്ടിലുണ്ടാവും.
നമുക്ക് ഈ ബോട്ടിലെടുത്തിട്ട് ഇങ്ങനെ വെക്കാം, അതായത് ഇങ്ങനെ വെക്കാം. നീല പച്ച, ഇപ്പോൾ നീല കളറാണ് ഉള്ള ബോട്ടിലാണ് എടുത്തതെങ്കിൽ പച്ച ഇരിക്കുന്നതിൻ്റെ മണ്ടയിൽ, അതായത് അതിൻ്റെ മേലെ മണ്ടയിൽ കയറ്റി വയ്ക്കണം. നമുക്ക് കാണാൻ പറ്റില്ല, അതായത് നമുക്ക് വയ്ക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നീല ഉള്ളിടത്ത് നീല വയ്ക്കണം, പച്ച ഉള്ളിടത്ത് പച്ച വയ്ക്കണം. ഓരോ ടീമിൽ നിന്ന് 3 പേർക്ക് മാത്രമാണ് കളിക്കാൻ പറ്റുന്നത്. ഗേൾസ് ടീമിൽ നിന്ന് 3 പേര്, ബോയ്സ് ടീമിൽ നിന്ന് 3 പേര്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഗേൾസ് ടീമിലാണെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ എടുത്തത് നീലയാണ്. നീലയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ നീല എടുത്ത് നീലയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊരു ചാൻസ് കൂടി കിട്ടും. അത് തെറ്റാണെങ്കിൽ ആണുങ്ങൾ വരും, അതായത് ബോയ്സ് വരും കളിക്കാൻ. അങ്ങനെ ഫസ്റ്റ് ദീപക്കാണ് പോകുന്നത്. ദീപകിൻ്റെ തെറ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ദീപക്ക് പോകുന്നു, ദീപക്കിനെ തെറ്റുന്നു. അപ്പോൾ തർഷിക വരുന്നു, ഗേൾസ് ടീമിൽ തർഷിക വരുന്നു. തർഷിക തെറ്റുന്നു, മഞ്ജരി വരുന്നു, ഒരെണ്ണം ശരിയാകുന്നു. വീണ്ടും മഞ്ജരിക്ക് ഒരു ചാൻസ് കൂടി കിട്ടുന്നു. വീണ്ടും തെറ്റുന്നു, വീണ്ടും മഞ്ജരി പോകുന്നു, ഒരെണ്ണം കൂടി വീണ്ടും തെറ്റുന്നു. പിന്നീട് ദീപക്ക് വീണ്ടും പോകുന്നു, ഒരെണ്ണം വയ്ക്കുന്നു. പിന്നീട് ഒരെണ്ണം വയ്ക്കുന്നു, പക്ഷേ അത് തെറ്റുന്നുണ്ട്, ഒരെണ്ണം തെറ്റുന്നുണ്ട്. പിന്നീട് സാച്ചനയാണ് പോകുന്നത്, 2 എണ്ണം വയ്ക്കുന്നുണ്ട്, അതിൽ ഒരെണ്ണം തെറ്റുന്നുണ്ട്. പിന്നെ വീണ്ടും ദീപക് തന്നെയാണ് പോകുന്നത്. പിന്നെ ദീപക് ഒരെണ്ണം തന്നെ വയ്ക്കുന്നു, ഒരെണ്ണം വയ്ക്കുന്നു. അതുപോലെ തന്നെ റാണവ് ഒരെണ്ണം വയ്ക്കുന്നുണ്ട്. ദീപക് വീണ്ടും ഒരെണ്ണം വയ്ക്കുന്നു. വന്ന് ലാസ്റ്റ് അങ്ങനെ തർഷികയുടെ അടുത്തെത്താണ്. അപ്പോൾ 4 എണ്ണം തർഷിക അങ്ങനെ ഫിക്സ് ചെയ്ത് ഫില്ലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടല് ബോയ്സിന് 4, ടോട്ടൽ ബോയ്സ് 4 ആയതുകൊണ്ട് 4000 പോയിൻറ്റ്സാണ് അവർ കളക്ട് ചെയ്യുന്നത്. ഗേൾസിന് 8, ടോട്ടൽ 8 കിട്ടുന്നത്. അപ്പോൾ 8000 പോയിൻറ്റ്സാണ് അവർ കളക്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഷോപ്പിംഗ് ടാസ്കിനുള്ള ടൈമാണ്, അതായത് ബിഗ് ബോസ് പറയുന്ന ഷോപ്പിംഗ് ടാസ്കിനുള്ള ടൈമാണ്. അതിലാണ് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. 3 പേരാണ് ഷോപ്പിങ്ങിന് പോകാനുള്ളത്. ബോയ്സിൽ നിന്ന് ആരാണ് പോകാനുള്ളത്, ഗേൾസ് തീരുമാനിക്കുക. അതുപോലെ തന്നെ ഗേൾസിൽ ആരാണ് പോകേണ്ടതെന്ന് ബോയ്സിൽ തീരുമാനിക്കുക എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ഗേൾസ് പറയാണ്, ഗേൾസിൽ നിന്ന് ആരാണ് പോകുന്നതെന്ന് ബോയ്സ് പറയാണ്. വർഷിനി, സാജന, സൗന്ദര്യ ഇവർ പോകട്ടെ എന്ന് ബോയ്സും പറയുന്നു. ബോയ്സിൽ നിന്ന് ആരാണ് പോകുന്നത് ഗേൾസ് പറയുന്നു. സത്യ, റാണവ് ഇവർ 2 പേരും പോകട്ടെ. ജെഫ്രി, സത്യ, റാണവ് ഇവർ 3 പേരും പോകട്ടെ എന്ന് ഗേൾസും പറയുന്നു. അങ്ങനെ ഷോപ്പിംഗ് ടാസ്ക് തുടങ്ങുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഷോപ്പിംഗ് ടാസ്ക് ആയിരുന്നു, ചാലഞ്ച് റൗണ്ടായിരുന്നു. അങ്ങനെ 2 പേരും പോകുന്നുണ്ട് ഗേൾസിൽ നിന്ന്, അതായത് വർഷയും റാണവും പോകുന്നുണ്ട്. പോയിട്ട് എൻ്റെ പൊന്നു അവിടെ എന്തൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട്. നേരെ കാൽക്കുലേറ്റർ എടുക്കുകയാണ്, അതായത് 2 പേര് ഓടിപ്പോയിട്ട്, റാണവും വർഷയും കൂടി ഓടിപ്പോയിട്ട് ആദ്യം തന്നെ കാൽക്കുലേറ്റർ എടുക്കുന്നു. ഇവർക്ക് 2 പേർക്കും കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും അറിയത്തില്ല, എന്തൊക്കെയോ അവിടെ കാണിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം എടുക്കുന്ന സാധനങ്ങളൊന്നും കണക്ക് കൂട്ടുന്നൊന്നുമില്ല, പറയുന്നുമില്ല. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും വിളിപ്പിക്കുകയാണ്. സൗന്ദര്യ, സാജന, വർഷിനി, സത്യ, ജെഫ്രി, റാണവ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? തന്ന വിലയ്ക്കാണോ പർച്ചേസ് ചെയ്തത്? എന്താലോചിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസ് കൃത്യ തുകയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഗേൾസ് 7220 പോയിൻറ്റ്സിനെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ 8000 പോയിൻറ്റിന്. അതായത് 8000 പോയിൻറ്റ് അവർക്ക് കിട്ടി, അതിൽ 7220 പോയിൻറ്റ് മാത്രമേ അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ബോയ്സ് ആണെങ്കിൽ 3560 പോയിൻറ്റ്സിനാണ് പർച്ചേസ് ചെയ്തത്. 4000 പോയിൻറ്റ്സാണ് അവർ കളക്ട് ചെയ്തത്. അതിൽ 3560 പോയിൻറ്റ്സിന് മാത്രമേ അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മൊത്തം ഫുഡും അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും അവരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം കഴിയുന്നത്. ഇന്നത്തെ ദിവസത്തിലെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നല്ല രസകരമായൊരു വീക്ക്ലി ടാസ്ക് വന്നു. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അതായത് രസകരമായൊരു ഗെയിം, അതായത് ഷോപ്പിംഗ് ടാസ്ക്, വീക്ക്ലി ടാസ്ക് അല്ല, നമ്മുടെ ഷോപ്പിംഗ് ടാസ്ക് വന്നു. അത് ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഗേൾസിന് 4 പോകണമെന്ന് ബോയ്സ് തീരുമാനിച്ചു. അതുപോലെ തന്നെ ബോയ്സിന് 4 പോകണമെന്ന് ഗേൾസ് തീരുമാനിച്ചു. അത് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ അൻഷിതയുടെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ 13 പേര് ഈ വീക്ക് നോമിനേറ്റഡ് ആയി. അതിൽ 3 പേര് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരുന്നു. അതിൽ ബാക്കി 4 പേര് സേഫായി. ഓക്കെ. പിന്നെ ബിഗ് ബോസ് വേറൊരു റൂൾസ് കൊണ്ടുവന്നു. ക്യാപ്റ്റനായ ആൾക്ക് ഒരു പദവി, അതായത് ഒരു പദവി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ രസകരമായൊരു ഒരു റൂൾസും അവിടെ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ വീക്കിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ദിവസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡേ 37,
ഇന്ന് 37-ാം ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് 37 ദിനരാത്രങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്നത്തെ ദിവസം മോർണിംഗ് സോങ്ങോട് കൂടിയാണ് ബിഗ് ബോസ് വീട് ഉണർന്നത്. അതിനുശേഷം എല്ലാവരും എല്ലാവരുടെയും ജോലികളിൽ മുഴുകുന്നു. ഇന്ന് പ്രധാനമായും നടക്കാൻ പോകുന്ന സംഭവവികാസങ്ങളൊക്കെ ഒന്ന് പറയാം. ഇന്ന് നമുക്കൊരു രസകരമായ ഒരു വീക്ക്ലി ടാസ്ക് കാണാൻ സാധിക്കും. ഡെയിലി ടാസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഡെയിലി ടാസ്ക്, അതായത് ഒരു ടാസ്ക്, അതായത് രസകരമായൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അവർക്ക്. ബിഗ് ബോസ് വീട് ഇനി മുതൽ അതായത് ബി റെസിഡൻറ്റ് സ്കൂളാകാൻ പോവുകയാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയി മാറാൻ പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ക്യാരക്ടറായി മാറുന്നു. വർഷിനി സ്കൂൾ പ്രിൻസിപ്പളും അരുൺ വൈസ് പ്രിൻസിപ്പളും മഞ്ജരി ടീച്ചർ, ജാക്കലിൻ ടീച്ചർ, അതുപോലെ തന്നെ റാണവ് PT മാസ്റ്റർ, അങ്ങനെയൊക്കെ ആയിട്ടാണ് മാറുന്നത്. ബാക്കി എല്ലാവരും ചിൽഡ്രൻസാണ്, സ്കൂളിൽ പഠിക്കാൻ വരുന്ന ചിൽഡ്രൻസ് ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ ആ രസകരമായ ഗെയിം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഗെയിം പുരോഗമിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, ഈ ടാസ്ക് എങ്ങനെയായിരിക്കും ഇവർ കളിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഇന്നത്തെ വീക്കിൻ്റെ, അതായത് 37-ാം ദിവസത്തെ റിവ്യൂയും അതുപോലെ തന്നെ 38-ാം ദിവസത്തെ റിവ്യൂ ഒരുമിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രയുള്ള തന്നെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നടക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് കാണാത്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആടും പുതുസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.